ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയെടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ കൂട്ടുകാരെ മാവേലിയുടെ ഇന്റർവ്യൂ അല്ലേ അതിന് ഒരു ഓണപ്പാട്ടി കൂടെ പോവാന്ന് വെച്ചു. എന്റെ അപ്രൂവൽ എടുത്തായിരുന്നു. സോറി സാർ. മാവേലി വിളിക്കാൻ പോകണ്ട നമുക്ക്. അപ്പൊ കുപ്പി എടുക്കുന്നില്ലേ? എടുത്തു തരൊന്ന് കഴിയട്ടെ. അയാൾ എവിടെയാണോ? ആണോ പേട്ട പാട്ടൊന്നും എടുത്താവും. നിങ്ങളാണ് ഈ ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നേക്കണേ? ഞാൻ തന്നെയാ. ഇതൊന്ന് പിടിച്ച് ഉപയോഗിക്കണം കേട്ടോ. നല്ല വെയില. ഓലക്കൂടെ എന്നാന്നറിയോ, നമുക്ക് ഈ യാത്ര ചെയ്യാൻ നേരത്ത് മടക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോ എളുപ്പമാ. മാവേലി ഇവിടെ ഇരിക്കാം കേട്ടോ. ഇവിടെ തുടങ്ങണ്ടേ? ആയിക്കോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇതാരത്? ഇവിടുത്തെ തോഴിയാ? മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആർട്ടിസ്റ്റ്. ആയിക്കോട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ ഷൂട്ടിങ്. തുടങ്ങിയേക്കാം. ഓക്കെ. കുട്ടി സിംഗിളാ? മാവേലി ഇപ്പം കേരളത്തിൽ വരാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറെ വർഷങ്ങളായല്ലോ. അപ്പൊ ഈ പുതിയ ഓണവും പഴയ ഓണവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ തോന്നുന്നത്? അതിപ്പോ ഞാൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കള്ളവും ഇല്ല, ചതിയും ഇല്ല, എള്ളോളം ഇല്ല, പൊളിവചനം, അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഓണം ആഘോഷിക്കുന്നത് പലരും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറൊന്നുമില്ല. എന്നാ പറഞ്ഞോട്ടെ. പറഞ്ഞു ശരിക്കും എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? പണ്ട് കേരളം ഭരിച്ച മാവേലി തമ്പുരാന് അഹങ്കാരവും കൂടി. ഇത് കണ്ട് ദേവന്മാരെല്ലാം കൂടി മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം തീർക്കണമെന്ന് പറഞ്ഞ് ഇത് കേട്ട് മഹാവിഷ്ണു വാമനമൂർത്തിയായി വന്ന് അവതാരം ചെയ്ത് മഹാബലിയുടെ അഹങ്കാരം തീർത്തു. അപ്പോൾ അദ്ദേഹം ഒരു വരം ചോദിച്ചു, വർഷത്തിൽ ഒരു തവണയെങ്കിലും വാമനമൂർത്തിയെ പൂജിക്കാൻ വേണ്ടി ഒരു അവസരം നൽകണമെന്ന്. ശരിക്കും അതിനായിട്ടാണ് മാവേലി വർഷത്തിലൊരു തവണ കേരളത്തിലെത്തുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ആരെയാണ് ആരാധിക്കേണ്ടത്? മാവേലിയെ അല്ല, വാമനമൂർത്തി. മാവേലിയെ പറ്റി ചില റൂമർ കേൾക്കുന്നുണ്ടല്ലോ. ഈ ഓണത്തിന് മാവേലി അല്ല ആരാധിക്കേണ്ടതെന്നും വാമനനെയാണെന്നൊക്കെ ഒരു സംസാരമുണ്ട്. അതാരടാ പറഞ്ഞേ? ബ്രോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അപ്പൊ മായൻ എന്റെ ഇന്റർവ്യൂ ആണോ? ബ്രോയുടെ ഇന്റർവ്യൂ അല്ല ബ്രോ, മാവേലി ഇന്റർവ്യൂ എടുത്തായിരുന്നു. ബ്രോ റാപ്പ് ചെയ്താൽ മതി. റാപ്പ് മാത്രം ഓക്കെ അല്ലേ? റാപ്പ് Those on the beat, ഞാൻ പാറായിട്ട് 5 വാക്ക്. മാവേലി 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 നാട് വാണി. മാവേലി 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 നാട്. ഈ ഓണം എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്താ പറയാനുള്ളത്? ശ്രീരാജ, അത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ്. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടിക്കാലത്ത് ഓരോരുത്തർ പറയുന്നൊരു വാമനനെ പ്രകീർത്തിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്, മാവേലിയെ പ്രകീർത്തിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. നമുക്കതൊന്നും ഒരു വിഷയമല്ല. എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ മഹാബലി എന്ന് പറയുന്ന ഒരു മന്നൻ നമ്മുടെ രാജഭരണം നടത്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ആ മാവേലി എന്ന് പറയുന്ന ആള് കേരളം ഭരിച്ചില്ലായിരുന്നു എങ്കിൽ ഇവിടെ ഈ ഓണം ഉണ്ടാകുമായിരുന്നു? ഒരിക്കലും ഉണ്ടാകത്തില്ല. മാവേലി ഇതേ ആൾക്കാർ മാവേലിയെ പറ്റി നോക്കിയിട്ടൊന്ന് ക്യാമറ നോക്കി ആൻസർ പറയാം. തുടങ്ങി. വാട്ട് ഈസ് മാവേലീസ് ഏജ്? എൻ്റെ വയസ്സ് ഞാൻ അങ്ങനെ എൻ്റെ പ്രായമൊന്നും അങ്ങനെ ഓർത്ത് വെക്കാറില്ല. ഒരു 10-34 ലക്ഷമൊക്കെ കാണും. വാട്ട് ഈസ് മാവേലീസ് ഫേവറേറ്റ് ഫുഡ്? ഇഷ്ടപ്പെട്ട ഭക്ഷണം സദ്യയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നല്ല സദ്യ ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് മദ്യ ആടലും മാവേലീസ് ഹോട്ട്. പിടിച്ചേ തവണ ഞാൻ കാൽ ചൂട്ടി നീക്കും. വാമൻ എന്ന വൃണ്ണം കൊട്ട നീയൊക്കെ നീക്കും. ചവിട്ടി എന്റെ കാലിൽ കാല് തുപ്പി നീക്കും. ചവിട്ടി താത്തും അങ്ങ് പാതാളത്തിൽ നീക്കും. മാവേലി 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 തന്നത് നീ. പണ്ട് ഇതിനൊരു ഐതിഹ്യം ഉണ്ടായിരുന്നു. ആ ഐതിഹ്യം എന്താന്ന് വെച്ചാല്, ഓണാട്ടുകര എന്നൊരു നാട്ടുരാജ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു നാട്ടുരാജാവായിരുന്നു മാവേലി എന്ന് പറയുന്നത്. അവിടുത്തെ ആ നാട്ടുകാരുടെ ശരിക്കും പറഞ്ഞാൽ ആ നാട്ടുകാരുടെ ഒരു ഉത്സവം, ഒരു ആഘോഷം തന്നെയായിരുന്നു ഓണം എന്ന് പറയുന്നത്. ആ ആഘോഷമാണ് ഇന്ന് നമ്മൾ കേരളീയരെല്ലാം തന്നെ ഓണമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്.
മാവേലി ഈ പാതാളത്തിൽ എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടോ? അതെന്താ നിനക്ക് അങ്ങോട്ട് പറഞ്ഞോ? ഇല്ല. പിന്നെ? ഇല്ല, ഒന്നറിയാനായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ക്ലീശ കഥയുണ്ടല്ലോ, ആ, അതങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ കേട്ടാ. അല്ല, ഇനി അടുത്ത ഓണത്തിന് എങ്ങനെയാ മാവേലി വരുമോ? എന്നെ ഇതേ ഇതിന്റെ അപ്പുറത്തോളം ദിവസം മാറി കഴിയുമ്പോൾ നിർത്തിയാൽ മതി. അതേണ്ട ഇവിടെ നിർത്തിയാൽ മതി, ഈ ഇടത്തോട്ട് ചേർന്ന്. ഓ സോറി ഇത് എപ്പോഴും മറന്നു പോകും. അല്ല, ഏത് ഇന്റർവ്യൂ ഞങ്ങൾ മറന്നു പോകും. ഇതുപോലെ ഇപ്പൊ 2 എണ്ണം ഉണ്ട് എന്റെ കയ്യിൽ നിലവിൽ, സൂക്ഷിച്ച് ഉപയോഗിക്കണം. അപ്പൊ ശരി. അങ്ങനെയാ. ഒരു നിമിഷം. നല്ല മഴ വരുന്നു. അപ്പൂസേ, ഓണം എന്ന് പറയുമ്പോഴേ എന്നാ ഓർമ്മ വരുന്നേ? ഓണപ്പരീക്ഷ, 10 ദിവസം അവധി, പിന്നെ പൈസ.